അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കൃത്യമായിട്ട് നോക്കണം. പ്ലേ ലിസ്റ്റിൽ അത് നോക്കിയാൽ കാണാം. പ്ലേ ലിസ്റ്റ് നോക്കുന്ന വിധം നമ്മൾ ചാനലിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ ചാനലിൻ്റെ പേരുണ്ടാവും, അൽ ഇഹ്സാൻ 30K എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജ് ഓപ്പൺ ആകും. ഇവിടെ ഈ രൂപത്തിൽ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ കാണാം പ്ലേ ലിസ്റ്റ് എന്ന്, കണ്ടോ, പ്ലേ ലിസ്റ്റ് എന്ന് കാണാം. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആകും. പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും ഓരോ ക്ലാസ്സിൻ്റെത് കണ്ട, വാർഷിക പരീക്ഷ 1ാം ക്ലാസ്സിൻ്റെത്, ഇത് 3ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആൻ, ആ വിഷയങ്ങളൊക്കെ അതിലുണ്ടാകും. പിന്നെ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ അതിൽ നോക്കിയാൽ കാണാം. അതുപോലെ ഫിഖ് പാർട്ട് 2 3ാം ക്ലാസ്സിൻ്റെത് 6 പാഠങ്ങൾ അവിടെ നോക്കിയാൽ കാണാം. അതേപോലെ മറ്റുള്ള പരീക്ഷകളുടെ ഒക്കെ ഉണ്ടാവും. അടിക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം. വാർഷിക പരീക്ഷ 3ാം ക്ലാസ്, 2ാം ക്ലാസ് വാർഷിക പരീക്ഷ, 7ാം ക്ലാസ് വാർഷിക പരീക്ഷ. ഇതിൽ 9 വീഡിയോസ് ഇതിലുണ്ട്, ഇതിൽ 7 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും പ്ലേ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് വായിക്കാം. പ്ലേ ലിസ്റ്റ് നോക്കിയാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കൃത്യമായിട്ട് നോക്കിയാൽ കുട്ടികൾക്ക് ഒന്നുകൂടെ പരിശീലനം കൊടുക്കാൻ കഴിയും. രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിലുള്ള ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില കുട്ടികൾക്ക് എന്താവും, കുറച്ച് ബാക്കായിരിക്കും. അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ, ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വെച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ പെട്ടെന്ന് ഉത്തരങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്നാമത് സക്കാഹ എന്നതിൽ ആദ്യ അക്ഷരം, സക്കാഹ എന്നതിൽ ആദ്യത്തെ അക്ഷരം സ അല്ലേ, സായി എന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? സായി എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ അക്ഷരത്തിൻ്റെ പേര്. ഇനി രണ്ടാമത്തെ മിസ്കീനൻ എന്നതിലുള്ള അക്ഷരം, എത്ര അക്ഷരമുണ്ട്? മിസ്കീനൻ എന്നതിൽ എത്ര അക്ഷരമുണ്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. കണ്ടാ, ഓരോ അക്ഷരങ്ങൾ എണ്ണി നോക്കിയാൽ മീമ്, സീന്, കാഫ്, യാ, നൂന്, അലിഫ്, അങ്ങനെ 6 അക്ഷരമുണ്ട്. 6ആണ് അതിൻ്റെ ശരി. അടുത്തത് ഐന് എന്ന അക്ഷരമുള്ള വാക്ക്, ഐന് എന്ന് അക്ഷരമുള്ള വാക്ക് ഏതാ? അതാണ് തഅലമൂന എന്നതിലാണ്. താന് ശേഷം ഐന് വന്നിട്ടുണ്ടല്ലോ. ഈ 2 ഐന് കാണൂല. അപ്പോൾ തഅലമൂന എന്നുള്ളതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. ഇനി നാലാമത്തെ ഇന്നഹു യഅലമു, ഇന്നഹു യഅലമു എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഇന്നഹു യഅലമു. യഅലമൂന യാഇനെ നീട്ടിയിട്ടില്ല, ലാമിനെ നീട്ടിയില്ല. പിന്നെ ഏതിനെ നീട്ടിയത്? ഹാഇനെയാണ് നീട്ടിയത്. ഇന്നഹു യഅലമു, ഇന്നഹു കണ്ടാ, അവിടെ നീട്ടിയ ഹാഇനെയാണ് അവിടെ നീട്ടിയത്. അഞ്ചാമത്തെ ഫിരഔന എന്നതിൽ ഇല്ലാത്ത അക്ഷരം, ഫിരൗന എന്നതിൽ ഇല്ലാത്ത അക്ഷരം ഏതാണത്? ഖാഫാണ്. ഖാഫ് അതിലില്ല, വാവുണ്ട്, ഫാവും അതിലുണ്ട്. അപ്പോൾ ഇല്ലാത്ത അക്ഷരം ഏതാണ്? അത് ഖാഫാണ്. ഇനി ആറാമത്തെ ഇന്നഹും യകീദൂന കൈദൻ, ഇന്നഹും യകീദൂന കൈദൻ, ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ഇന്നഹും, നൂനിനെയാണ് എന്ത് ചെയ്യേണ്ടത്? മണിച്ച് ഓതേണ്ടത്. ഇനി ഏഴാമത്തെ ഇന്നല്ലദീന അജ്റമൂ കാനു എന്നതിലുള്ള അലിഫുകൾ, എത്ര അലിഫ് അതിൽ വന്നിട്ടുണ്ട് എന്നാണ് ചോദ്യം. ആൻസർ 6 അലിഫുകളാണ്. ഇന്ന എന്നതിൽ വരെ ഈ, അതുപോലെ ലാമിന് മുമ്പ് ഒരു അലിഫ്, പിന്നെ അജ്റമു എന്നെടുത്ത് അവിടെ ഒരു അലിഫ്, മീമിന് ശേഷം വാവിന് ശേഷം ഒരു അലിഫ്, കാനു അവിടെ കാഫിനെ നീട്ടാൻ അലിഫ്, ശേഷം വാവിന് ശേഷം ഒരലിഫ്, അങ്ങനെ 6 അലിഫുകളാണ് വന്നിട്ടുള്ളത്. ഇനി എട്ടാമത്തേത് ഇല്ലാ മാഷാ അല്ലാഹ് എന്നതിൽ കൂടുതൽ നീട്ടി ഓതേണ്ട അക്ഷരം, ഏതക്ഷരത്തെയാണ് അതിൽ കൂടുതൽ നീട്ടി ഓതിയിട്ടുള്ളത്? ഷീനെയാണ് കൂടുതൽ നീട്ടി ഓതിയിട്ടുള്ളത്. ഇനി ഒമ്പതാമത്തത് ഷദ്ദുള്ളപ്പോൾ മണിച്ച് ഓതേണ്ട അക്ഷരം, ഷദ്ദ് കൊടുത്താൽ മണിച്ച് ഓതേണ്ട അക്ഷരം ഏതാണ്? ആൻസർ നൂനാണ്. നൂനെയാണ് ഷദ്ദുള്ളപ്പോൾ മണിച്ച് ഓതേണ്ടത്. ഇനി പത്താമത്തെ ഇദാ ഖുരിഅ അലൈഹിമിൽ ഖുർആനു, ഇതിലുള്ള ഹംസകൾ എത്ര ഹംസ ഉണ്ട്? ആൻസർ ശരി ഉത്തരം 3 എന്നാണ്. ഏതൊക്കെയാണത്? ഇദാ എന്നുള്ളിടത്ത് ഈ ഒരു ഹംസ, ഖുരിഅ എന്നുള്ളിടത്ത് ഒരു ഹംസ, അലൈഹിമുൽ ഖുർആനു അവിടെയും ഒരു ഹംസ, അങ്ങനെ 3 ഹംസകളാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ചേരുംപടി ചേർക്കുന്നത് വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. 11 ഒന്നാമത്തെ അക്ഷരം സാ ആണ്. ഒന്നാമത്തെ അക്ഷരം സാ ആയ ഒരു വാക്ക് പുറത്തുണ്ട്, അതേതാണ്? ആൻസർ സി ആണ്, സമൂദ് എന്നുള്ളതാണ്. 2 മൂന്നാമത്തെ അക്ഷരം ഗൈനാണ്. മൂന്നാമത്തെ അക്ഷരം ഗൈനായിട്ട് വന്നൊരു പദം അപ്പുറത്തുണ്ട്, ഒരു വാക്കുണ്ട്, അതേതാണ്? ആൻസർ ഇ ആണ്, മസ്ഗൂബ്. മീമ്, സീന്, ഗൈന്, മൂന്നാമത്തെ അക്ഷരം ഗൈനല്ലേ? ഓക്കെ. ഇനി 13 ഒന്നാമത്തെ അക്ഷരം ലോദാണ്. ഒന്നാമത്തെ അക്ഷരം ഏതാണ്? ലോദ്. ആൻസർ എ, ലൊരീ എന്നുള്ള പദമാണത്.
ഇനി 14 അവസാനത്തെ അക്ഷരം ഫാ ആണ്. അവസാനത്തെ അക്ഷരം ഫാ ആയിട്ട് വന്നു. ഏതാ ആൻസർ ബി സുഹുഫ് എന്നുള്ളിടത്ത് സ്വാദ് ഹ ഫാ അവസാനത്തെ അക്ഷരം ഫാ ആയിട്ടല്ല വന്നത്. ഇനി 15 രണ്ടാമത്തെ അക്ഷരം ഐനാണ്. രണ്ടാമത്തെ അക്ഷരം ഐനായിട്ട് വന്നു. ഏതാ ആൻസർ ഡി ആണ് ഖുഊദ്. ഖാഫിന് ശേഷം ഐന് വന്നു. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ഐനായിട്ട് വന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് 2ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച് തജ്വീദിൽ വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് മുൻകാലങ്ങളിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യണം, നല്ലോണം റെഫർ ചെയ്യണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കാര്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചുകൊണ്ട്. ഇനി പൂരിപ്പിക്കുക 16 ലഹു മുൽക്കു എന്നതിൽ ഡാഷിനെ നീട്ടി ഓതണം. ഏതിനാണ്? ലഹു മുൽക്കു എന്നാണ്. അപ്പോൾ ഏതിനെ നീട്ടണേ? ഹാഇനെയാണ്. ലഹു അവിടെ നീട്ടിയിട്ട് ഹാഇനെയാണ് നീട്ടി ഓതണം. 17 ബിൽ ഖുന്നസ് എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കരുത്. ബിൽ ഖുന്നസ് ഏതിനെ ഉച്ചരിക്കരുത്? അലിഫിനെ. എവിടെയാണ് അലിഫ്? ഇതാണ്ട ബാഇൻ്റെ ഇടയിൽ ഒരു അലിഫ്, ബാഇൻ്റെ ലാമിൻ്റെ ഇടയിൽ ബിൽ ഖുന്നസ് ബാ അലിഫ് എഴുതിയ കാണില്ലേ, ആ അലിഫിനെ എന്ത് ചെയ്യില്ല, ഉച്ചരിക്കൂല. അതാണ് പറഞ്ഞത്, അലിഫിനെ ഉച്ചരിക്കൂല. അലിഫിനെയാണ് അവിടെ ഉച്ചരിക്കാത്തത്. 18 സിറാജം വഹാജ എന്നതിൽ ഡാഷ് അലിഫുകളുണ്ട്. എത്ര അലിഫുകളുണ്ട്? 4 അലിഫുകളുണ്ട്. ഏതൊക്കെയാണത്? റായിന് ശേഷം ഒരു അലിഫ്, ജാ എന്നുള്ള ജീമിന് ശേഷം ഒരു അലിഫ്, വഹാ എന്നുള്ള ഹാഇനെ നീട്ടാൻ അലിഫ്, അതിന് ശേഷമുള്ള ജീമിനും ഒരു അലിഫ്. അങ്ങനെ 4 അലിഫുകളാണ് അതിലുള്ളത്. ഇനി 19 ഫഅഖറൂഹ എന്നതിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട്. എത്ര അക്ഷരങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 7 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഏതൊക്കെയാണത്? ഫാ, ഐന്, ഖാഫ്, റാ, വാവ്, ഹാ, പിന്നെ ഹാഇന് ശേഷം ഒരു അലിഫ്. ഇങ്ങനെ 7 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഇനി 20 മസ്ഗബ, മക്റബ, മത്രബ 3 വാക്കുകൾ. ഇതിൽ ഗൈനുള്ള വാക്ക് ഏതാണ്? ഗൈന്. ഇതാ ഗൈന് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൈനുള്ള വാക്ക് അതേതാണ്? മസ്ഗബ എന്നുള്ളതാണ്. മസ്ഗബ അണ്ട 3ാമത്തെ അക്ഷരം ഗൈനായിട്ടാണ് വന്നത്. മസ്ഗബ എന്നതാണ് ഗൈനുള്ള വാക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21 ഫദ്ഖുലി ഫി ഇബാദി ഇതിൽ എത്ര യാ ഉണ്ട്? ആൻസർ 3 യാ ആണ്. എവിടെയാണത് വന്നിരിക്കുന്നത്? ഫദ്ഖുലി ലാമിനെ നീട്ടാൻ ഒരു യാ, ഫീ എന്ന് പറഞ്ഞത് ഫാഇനെ നീട്ടാൻ ഒരു യാ, അതുപോലെ തന്നെ ഇബാദി അവിടുത്തെ ആ ദാലിനെ നീട്ടാൻ ഒരു യാ. അങ്ങനെ 3 യാ ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി 22 ഹുബ്ബൻ ജമ്മ ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ഏത്? മണിച്ച് ഓതേണ്ട അക്ഷരം അതേതാണ്? മീമാണ്. മീമിന് ശബ്ദമുള്ളതുകൊണ്ട് മീമിന് അവിടെ മണിച്ച് ഓതണം. ഇനി 23 അലം നജ്അൽ ലഹു ഐനൈൻ ഇതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏത്? ആൻസർ ഹാ ആണ്. അതേതാണ്? ഹാ. നജ്അൽ ലഹു ഐനൈൻ, നജ്അൽ ലഹു ഐനൈൻ അവിടെ ഹൂനെ നീട്ടിയിട്ടാണ് ഓതിയത്. 24 ബി ജഹന്നമ എന്നതിൽ 1ാമത്തെ അക്ഷരം ഏത്? ബി ജഹന്നമ എന്നതിൽ 1ാമത്തെ അക്ഷരം ഏതാണ്? ഫസ്റ്റ് തുടങ്ങുന്ന അക്ഷരം ആൻസർ ബാ ആണ്. ബാ ആണ് ആ അക്ഷരം. 25 ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഇതിൽ എത്ര കാഫുണ്ട്? ആൻസർ 5 കാഫുകളാണ്. ഈ വാക്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ആയത്തിൽ എത്ര കാഫുകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. 5 കാഫുകൾ. ഏതൊക്കെയാണത്? ഫദ്കുറു ഒരു കാഫ്, ഫദ്കു എന്നുള്ളൊരു കാഫ്, കദിക്കിരിക്കും അവിടെ 3 കാഫ് വന്നു, ദിക്രിക്കും, പിന്നെ ആബാഅക്കും എന്നുള്ളൊരു കാഫ്. അപ്പോൾ 5 കാഫുകൾ. ക്വസ്റ്റ്യങ്ങളൊക്കെ രക്ഷിതാക്കൾ പ്രത്യേകം മനസ്സിലാക്കണം. വളരെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയാണ് വന്നതെന്നുള്ള പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കാണിച്ചു കൊടുക്കണം. വീണ്ടും വീണ്ടും പറയാൻ കാരണം കുട്ടികൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ചിലപ്പോൾ വട്ടം കറങ്ങാൻ മാത്രമൊന്നും ഇല്ല. അപ്പോൾ കുട്ടികളൊന്ന് പരിശീലിപ്പിച്ചാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1 ഫഇദാ ജാഅത്തി ഇതിലെ ജീമിനു ശേഷം ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ ചിഹ്നം ഇട്ടിട്ടുണ്ടല്ലോ കൊടുത്തത് എന്തിനെന്ന് വെച്ചാൽ ആ ചിഹ്നം എന്തിനാ? അവിടെ ജാ കണ്ട അതിൻ്റെ മേലെ കാണാം. ഫൈദാ ജാഅത്തി അല്ല അലിഫിൻ്റെ മേലെ ആ ചിഹ്നം ആ എന്തിനു കൊടുത്താൽ മദ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കൊടുത്തതാണ്. എന്നാൽ അവിടെ നീട്ടി ഓതണം എന്നതിനെ അറിയിക്കാൻ കൊടുത്തതാണ്. 27 ഖിതാമുഹു മിസ്ക് ഇതിൽ ഹായിനു ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിന്? ഖിതാമുഹു ഇവിടെ ഹൂവിൻ്റെ അവിടെ കണ്ട ചെറിയൊരു വാവ് അത് കൊടുത്തത് എന്തിനാണെന്ന്? ആൻസർ നീട്ടി ഓതാനാണ് അത് കൊടുത്തിട്ടുള്ളത്. 28 ലഫിസ്സുഹുഫി എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ ഏതെല്ലാം? ലഫി
ലഫിസ്സു എന്നാണ് പറഞ്ഞത്. ഇവിടെ യാ ഉണ്ട്, ഒരു അലിഫ് ഉണ്ട്, ഒരു ലാം ഉണ്ട് അവിടെ കാണുന്നുണ്ടല്ലോ. ലഫി എന്ന് കഴിഞ്ഞിട്ട് ഫാ കഴിഞ്ഞിട്ട് സ്വാദിൻ്റെ ഇടയിലായിട്ട് ഒരു യാ, ഒരു അലിഫ്, ഒരു ലാം. ആ 3 അക്ഷരങ്ങൾ അവിടെ ഉച്ചരിക്കുക. ആ 3 അക്ഷരങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക. അലിഫ്, യാ, ലാം എന്നുള്ളതാണ്. ലഫിസ്സുഹുഫി എന്നാണ് പറഞ്ഞത്. ഫാ കഴിഞ്ഞിട്ട് നേരെ സ്വാദല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ എത്ര അക്ഷരങ്ങൾ വിട്ടു? 3 അക്ഷരങ്ങളെ അവിടെ വിട്ടിട്ട് ആ 3 അക്ഷരങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് പിന്നെ 29 മീമിനെ മണിച്ച് ഓതണം എപ്പോൾ? ആൻസർ മീമിന് ഷദ് വന്നാൽ. മീമിനെ മണിച്ച് ഓതേണ്ട എപ്പോഴാണ്? മീമിന് ഷദ് ഉണ്ടെങ്കിലാണ്. അതുപോലെ തന്നെയാണ് നൂനിനാണെങ്കിലും അങ്ങനെ തന്നെ. നൂനിന് ഷദ് കൊടുത്താണ്, ഷദ് വന്നാലാണ് നൂനിനെയും മണിച്ച് ഓതേണ്ടത്. ഇനി 30-ാമത്തത് യത്തഗാമസൂന എന്നതിലെ അക്ഷരങ്ങൾ ക്രമപ്രകാരം ചതുരത്തിൽ എഴുതുക. യത്തഗാമസൂന എന്നതിലെ അക്ഷരങ്ങൾ ക്രമപ്രകാരം ചെയ്യുക, ചതുരത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? യാ, താ, ഗൈന്, അലിഫ്, മീം, സായ്, വാവ്, നൂന് എന്നീ അക്ഷരങ്ങളാണ് യത്തഗാമസൂന എന്നതിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടെ 2024 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മുൻകഴിഞ്ഞ വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുക, കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.